ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിറകെല്ലാം കത്തിച്ചിട്ട് ഇന്നും പതിവ് പോലെ തന്നെ മക്കളെല്ലാം വിട്ടിട്ടില്ലേ, വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരിയെല്ലാം ഇട്ടേ. അപ്പം അരി നല്ലപോലെ കഴുകിയിട്ട് വാരി ഇടലാന്ന്. എൻ്റെ അമ്മ ഇങ്ങനെ ബോണിയോണ്ട് ഇങ്ങനെ തട്ടുമ്പോൾ ഞാൻ പണ്ടെല്ലാം അങ്ങനെ ചെയ്യട്ടെ, അന്നേരം ചീത്ത പറയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ കോരി ഇടുന്ന കുമ്പിളിൽ ഇങ്ങനെ എടുത്തിട്ട് തന്നെ ഇടണമെന്ന് പറയട്ടെ അമ്മ. അപ്പോൾ കുറച്ചും കൂടി വെള്ളമെല്ലാം ഒഴിച്ച് വിറകെല്ലാം എടുത്ത് വെച്ചിട്ട് അരിയാടുന്ന് വേവുമ്പോഴേക്കും കുഞ്ഞിമത്തി കൊണ്ടുവന്നിട്ടുണ്ടായിനി, അത് മുറിച്ചെടുത്തിട്ട് അതിന് ശേഷം ചീര, വലിയ ചീര, നല്ല നാടൻ ചീര കിട്ടിയിട്ടുണ്ടായിനി, അതും മുറിക്കാൻ വേണ്ടി കഴുകണ്ടേ. മണ്ണുണ്ടാവുമോ വിചാരിച്ചിട്ട് നല്ലപോലെ കഴുകട്ടെ. അപ്പോൾ മണ്ണൊന്നുമില്ല, കണ്ടെത്തുന്നില്ലേ, പറിച്ച ഇങ്ങനെ കടയിൽ വിൽക്കാൻ കൊണ്ടുതന്നെയാണ്. അത് അപ്പാടെ നമ്മൾ തന്നെ ഫസ്റ്റ് വാങ്ങുന്ന കേട്ടോ, മക്കളെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മത്തിയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട്, പിന്നെ തേങ്ങയും ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം കൂടി ഒരുമിച്ച്, വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരച്ചതും കൂടി ഒഴിച്ച്, പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചു. പിന്നെ അതിലേക്ക് ഇട്ടത് ഒരു ചെറിയ പൊടി കഷ്ണം ഉള്ളി, ഒരു പച്ചമുളകും ഇഞ്ചി കഷ്ണം ഇട്ടിന്. ബാക്കി ഉള്ളിയും തക്കാളിയെല്ലാം അരച്ചിട്ട് ഒഴിച്ചത്. തേങ്ങേൻ്റെ കൂടെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല നാടൻ കുഞ്ഞിമത്തിയാണ്, മുറിക്കുമ്പം തന്നെ നല്ല തോന്നുന്നുണ്ട് അങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഇനി ചീരയെല്ലാം ചെറുതായി മുറിച്ചെടുക്കട്ടെ. ഇതിൻ്റെ തണ്ട് കുറച്ചിങ്ങനെ മൂത്തതാണ്. അപ്പോൾ ആ തണ്ടെല്ലാം കളയണ്ട വിചാരിച്ചിട്ട്, ചീരയുടെ തണ്ടില്ലേ, അപ്പോൾ കളയണ്ട വിചാരിച്ചിട്ടില്ലേ ചെറുതായി അരിഞ്ഞിടുകയെന്ന് കേട്ടോ. അപ്പോൾ ചീരയെല്ലാം മുറിച്ചിടുമ്പോഴേക്കും എൻ്റെ മത്തിക്കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചോറും വെന്തിട്ടുണ്ട്, നല്ല കുറുവ ചോറ് തന്നെ രാവിലെ ഇട്ട് കൊടുത്തില്ല. അപ്പോൾ കുറേ ഇതെല്ലാം പണിയെല്ലാം ഒരുങ്ങുമ്പോഴേക്കും അത് വെന്തിട്ട് വറുക്കാനും അതിന്. അപ്പോൾ ചോറെല്ലാം വറുത്ത് ഇങ്ങനെ കിഴക്കോട്ട് വെക്കണം എന്ന് പറയട്ടെ അമ്മ. അരി വറുത്ത് കഴിഞ്ഞാൽ കിഴക്കോട്ട് ഇങ്ങനെ വെക്കണം, അതുകൊണ്ട് അങ്ങനെ തിരിച്ച് വെക്കുന്നത്. പിന്നെ നമ്മളെ ചീരയിലേക്ക് വെളുത്തുള്ളിയും കുറേ ചുവന്ന മുളകില്ലേ, അതും കൂടി എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് ചീരേനെയും കൂടെ അതിലേക്ക് ഇടണം. നമ്മളതിൽ കടുകൊന്നും ഇടൂലേ. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കലെന്ന്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിന് ആദ്യത്തെ വീഡിയോയിൽ. എന്നാൽ ഇന്ന് ചീരയും കുഞ്ഞുമത്തി തന്നെ ഇന്ന് കിട്ടിയപ്പോൾ ഇതെൻ്റെ അച്ഛന് ഇഷ്ടപ്പെട്ട കേട്ടോ, ഈ നാടൻ ചീരയും നാടൻ കുഞ്ഞുമത്തിയെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കണ്ടപ്പോൾ വിനോദട്ടൻ അതന്നെ വാങ്ങിയത്. നമ്മൾ ഈ കുറച്ച് പ്രായമുള്ളവർക്ക് അവർ പറയുന്നതെല്ലാം ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവരെ നല്ലപോലെ ഇങ്ങനെ ഒരു പരിഗണന കൊടുക്കുന്നതെന്ന് അവർക്ക് തോന്നി. ഇന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറയുകയും ചെയ്തു കേട്ടോ, നല്ല ഒരിതാന്ന്, ഞാൻ അതിലൊന്നും കൂട്ടാത്തത് കൊണ്ടാണ് എനിക്ക് കുഞ്ഞിമത്തി തന്നെ വാങ്ങുന്നെല്ലാം പറഞ്ഞിട്ട് വിനോദട്ടൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിനി. അവർക്ക് അവരിഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ആക്കി കൊടുക്കുമ്പോൾ ഒരു പ്രായം ആകുമ്പോൾ, പ്രത്യേകിച്ച് അമ്മയില്ലാത്ത സമയത്തില്ലേ, നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്ന പോലെ അവർക്ക് തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ ചീര ഉപ്പേരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അച്ഛൻ കുറച്ച് നാളാണ്, ഒരു 6-7 മാസമായി എൻ്റെ ഇരുപത്തി തന്നെ. അമ്മ ഇതായി പിന്നില്ല അച്ഛൻ എൻ്റെ കൂടെ നിൽക്കലേ. അപ്പം ഏച്ചിമാരെല്ലാം ഗൾഫിലാണ്, ഒരേച്ചി ഗൾഫിൽ, ഒരേച്ചി കാസർഗോഡ്, ഏട്ടൻ ഗൾഫിൽ. അപ്പം ഞാൻ നാട്ടിലാകുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കല. അപ്പോൾ ഇതാ എൻ്റെ സാമ്പാറുണ്ടായിന്, കട്ടി സാമ്പാർ, അതെല്ലാം ഒന്ന് തിളപ്പിക്കലാന്ന് ഇന്നലെ ആക്കിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയിൽ. നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബൈ.